പുറത്തേക്ക് വരൂ. ഒരു നല്ല വാർത്തയുണ്ട്. നിങ്ങളെ കൊണ്ട് മാത്രമേ ഫുർഫുറി നഗരത്തിന് നല്ലത് ചെയ്യാൻ പറ്റൂ. അല്ല, എന്താ മോട്ടു പത്തുലിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം? നമ്പർ 1 നമ്പർ 2 എന്റെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. എന്ത് പ്ലാനാ ബോസ്? ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വായിച്ചു. അതിലെ അഡ്വഞ്ചറസ് സ്പോർട്സിന്റെ ഒരു റേസ് ഉണ്ടെന്ന്. ഇതിലൊന്നാം സമ്മാനം എന്താണെന്നറിയോ? 500 കോടി രൂപ. എന്റെ ചെകുത്താൻ ബുദ്ധിക്കുള്ളിലെ ഒരു ആദ്യഗ്രൻ ഐഡിയ വന്നിട്ടുണ്ട്. മോട്ടു പത്ലുവിനെ കൊണ്ട് മാത്രമേ ഈ റേസിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. അവർ ആ റേസിൽ വിജയിച്ച് 500 കോടി രൂപ കൊണ്ടുവന്നാൽ പിന്നെ ഫുർഫുറി നഗരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുമെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതിൽ ബോസിന് എന്താ ലാഭം? ആ റേസ് വളരെ അപകടം നിറഞ്ഞതാണ്. അങ്ങോട്ട് പോയി ആരും തിരിച്ചു വരില്ല. ഫുർഫുറി നഗരത്തിന്റെ ജനങ്ങൾ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ മോട്ടു പത്ലു തീർച്ചയായും പോവും. പക്ഷേ തിരിച്ചു വരില്ല. അതിനുശേഷം ഈ ജോൺ സ്വാതന്ത്ര്യമായി മോഷ്ടിക്കാൻ തുടങ്ങും. എൻജോയ് ചെയ്യാം. ജോണകൻ പോകുന്നു ഡോൺ. ജോണകൻ പോകുന്നു ഡോൺ. ഓഹോ, അപ്പൊ ഇതാണ് കാര്യമല്ലേ? ജോണിന്റെ ഈ പ്ലാനിനെ പറ്റി മോട്ടു പത്ലിന് ഉടനെ തന്നെ വിവരം കൊടുക്കണം. മോട്ടു പത്ലു, ജോൺ നിങ്ങളെ കഴിഞ്ഞു. അല്ല, എന്താ ഇവർ രണ്ടുപേരും പുറത്തേക്ക് വരാത്തത്? പുറത്തേക്ക് വരുന്നില്ലേ? എന്നാ അവരെ പിടിച്ച് പുറത്തേക്ക് വലിച്ചോണ്ടി വരണം. വാതില് പൊട്ടിക്കാം. ശരിയാണ്. ഈ വാതിൽ പൊളിക്ക്. എല്ലാവരും മോട്ടു പത്ലിനെ പോയി അന്വേഷിക്കേ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെയും ഇല്ല. എവിടെ പോയി കാണാൻ രണ്ടുപേരും? ഇവിടെ എവിടെങ്കിലും ഉണ്ടാകും. മോട്ടു പത്ലു കിട്ടിപ്പോയി. മോട്ടു പത്ലു പ്ലീസ്, റേസ് ടു ദി എൻഡ് ഓഫ് ദി വേൾഡിൽ നിങ്ങൾ പങ്കെടുക്കണം. ഫുർഫുറി നഗരത്തിന്റെ പ്രശ്നം നിങ്ങൾ എന്നേക്കുമായി ഇല്ലാതെയാക്കണം. മോട്ടു ഓടിക്കോ. ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയേ? വരുത്തേടാ. വരൂ. അയ്യോ, റോട്ടിലെ കുണ്ടും കുഴി കാരണം വഴക്ക് വന്ന നഷ്ടം കണ്ടോ? നമുക്കറിയാം ജോൺ തന്നെയാണ് നമ്മളെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ റോട്ടിലെ കുഴി വേഗം വാ, നമുക്ക് ആ ബിൽഡിങ്ങിന്റെ പുറകിൽ പോയി ഒളിക്കാന്നേ. അല്ല മോട്ടു, ഇത് ലോക്കാണല്ലോ. കേറ്. അയ്യോ, ഒന്ന് തുറക്ക്. വീണു. പത്ലു, സ്കൂളിന്റെ അവസ്ഥ ഭയങ്കര മോശമാണല്ലോ. നമുക്കറിയില്ലായിരുന്നു. ശരി വാ, ബിൽഡിംഗ് വീഴുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. വേഗം ഓടിക്കോ. മോട്ടു. വേഗം ഓട് പത്ലു. ഓടിക്കോ. നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി ഒളിക്കാം. കാശില്ലാത്ത പാവപ്പെട്ട ജന്മങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും അടച്ചു പൂട്ടിയല്ലോ. അല്ല മോട്ടു, ഈ ഹോസ്പിറ്റലിന്റെ കാര്യം വളരെ മോശമാണല്ലോ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാതെ പോയല്ലോ. പത്ലു, നമ്മൾ എത്ര നാൾ ഓടുകൂടാ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന്? മോട്ടു, നമുക്ക് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. അതാ അവിടെയുണ്ട്. ഞങ്ങളെ ഒന്ന് സഹായിക്കേ. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ.
അമ്മോ സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ അമ്മോ. ചിങ്കം സാറേ, മോട്ടു പത്ലു, ചായക്കട ചേട്ടൻ മൂലം ഞാൻ എല്ലാ വിവരം അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇനി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ചിങ്കം സാർ, ഇവരെ റേസ് ടു ദി എൻഡ് ഓഫ് ദി വേൾഡിലേക്ക് ഒന്ന് അയക്കിയോ പ്ലീസ്? ആരെങ്കിലും മോട്ടു പത്ലുവിനെ ഫോഴ്സ് ചെയ്തു ഞാൻ അറിഞ്ഞാൽ അപ്പൊ തന്നെ അവന്മാരെ പിടിച്ച് ഞാൻ ജയിലിനകത്ത് ഇട്ടിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഈ മോശപ്പെട്ട റോഡുകള്, പൊട്ടിപ്പൊളിഞ്ഞ സ്കൂള്, ഇതെല്ലാം നന്നാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. എല്ലാരും വാ, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നിൽക്ക്. ആർക്കും എവിടെ പോകേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾക്കാണെങ്കിൽ അറിയത്തേ ഇല്ലായിരുന്നു ഇവിടുത്തെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നെന്ന്. റോഡുകളുടെ അവസ്ഥ വളരെ മോശ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആർക്കറിയാം. ഫുർഫുറി നഗറിന് പണത്തിന്റെ ഒത്തിരി ആവശ്യമുണ്ട്. ഞങ്ങൾ പോയിരിക്കും, തീർച്ചയായിട്ടും പോയിരിക്കും. ടാക്കി ചിക്കി മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ. അല്ല, ഒന്നും നിന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? എന്ത് കണ്ടീഷൻ ആയാലും എനിക്കത് സമ്മതമാണ്. ഞങ്ങള് തിരിച്ചു വരുന്നിടം വരെ ജോണ് ജയിലിനകത്തായിരിക്കും. ഇനി അഥവാ ഞങ്ങള് തിരിച്ചു വന്നില്ലെങ്കിൽ ജോൺ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഓക്കെ, സമ്മതിക്കുന്നു. അയ്യോ, വേണ്ട വേണ്ട, ഇത് ശരിയല്ല, ഇത് ചീറ്റിംഗ് ആണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ നമ്മുടെ മോട്ടു പത്ലു മാത്രം ഒരു അഡ്വഞ്ചർ ട്രിപ്പിൽ പോയത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് നമുക്കും ഇവരോടൊപ്പം പോയാലോ? എന്താ? എടോ ഗസിറ്റ, താൻ എന്തായി പറയുന്നത്? ഈ അഡ്വഞ്ചർ റേസ് വളരെ അപകടം പിടിച്ചതാണ്. പൊളിക്കടുത്തല്ല. മോട്ടു പത്ലു നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്ത് ആപത്താ സംഭവിക്കുക? ആപത്ത് നമ്മുടെ മോട്ടു പത്ലുവിനെ കണ്ടാലേ അപ്പൊ തന്നെ പന്നിക്ക് വെടികൊണ്ടമാരി അവിടുന്ന് ഓടില്ലേ? എന്റെ അമ്മോ, നമ്മുടെ കസീറാൻ പറയുന്നത് വളരെ ശരിയാണ്. നമുക്കും ഒരുമിച്ച് പോകണം. മോട്ടു പത്ലു കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ എന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഗസിറ്റാറാം, നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ. വരൂ, നമുക്ക് അവരുടെ ഒപ്പം പോവാ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരുമിച്ച് ഈ ട്രിപ്പിൽ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഓക്കെ? എന്താ പറ്റിയേ? കാരണം ഞങ്ങളിപ്പോ നിങ്ങളുടെ ഒപ്പം വരാൻ പോവാ. ജയ് ഹോ! അവസാനം ഫ്രാൻസിലെത്തി. പക്ഷെ ഇതെന്താ, അവര് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ മറന്നുപോയോ? ദേ നിൽക്കുന്നു ഡ്രൈവർ പത്ലു. അതെ, നിങ്ങൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോ. ഹലോ, ചെക്ക് 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 1 2 3 മൈക്ക് ചെക്ക്. ഹലോ എവരിവൺ, വെൽക്കം ടു ദിസ് അഡ്വഞ്ചർ ട്രിപ്പ്. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ മത്സരാർത്ഥി കാനഡയിൽ നിന്ന് ഡോണി ആൻഡ് ഡൂണോ. ഡോണിയും ഡുണോയും ലോകത്തിലുള്ള എല്ലാ അഡ്വഞ്ചറസ് സ്പോർട്സിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. അഡ്വഞ്ചറസ് സ്പോർട്സ് ഇവരുടെ ഒരു ഹോബിയാണ്. അടുത്തതായി സൈമണും ബിഗ് ബുള്ളും. സൈമൺ നാവിഗേഷനിൽ എക്സ്പെർട്ട് ആണ്. അത് മാത്രമല്ല, കോമ്പസ് പോലും ഇല്ലാതെ ഇവർ എത്ര കൊടുങ്കാട്ടിലെയും അതിർത്തി കണ്ടുപിടിച്ചിരിക്കും. അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്നത് ബിഗ് ബുൾ. ഇദ്ദേഹം ഒരു വെതർ എക്സ്പെർട്ട് ആണ്. കാറ്റിന്റെ മണം പിടിച്ച് അടുത്തതായി അന്തരീക്ഷം എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ആളാണ്. അടുത്തതായി ഒരു അച്ഛനും മകനും ഡ്യുവോ, പരീഷ് ബഡ്ലിവാല ഒപ്പം ഹിമേഷ് ബഡ്ലിവാല ഫ്രം ലണ്ടൻ.
ഒരു സൈഡിലോട്ട് ഓട്ടടാ. നമ്മളിതാ എത്തി. നിനക്കൊക്കെ ആരാടാ ഡ്രൈവിംഗ് ലൈസൻസ് തന്നത്? ഇനിയെങ്ങാനും നീ വണ്ടി തൊട്ടാണല്ലോ. ശരിയച്ചാ വരൂ പോകാം. കാശ് അച്ഛാ, ഇവിടെ കാശ് മഴ പെയ്യുന്നുണ്ട്. എന്തിനാണോ ചുമ്മാ ഇങ്ങനെ കാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെന്താണാ ഈ കാശിന് വേണ്ടിയാണോ വന്നിരിക്കുന്നത്? നിങ്ങളെ ഈ അഡ്വഞ്ചറസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ഹോബി എന്താണെന്ന് പറയൂ സാർ. കാശിന്റെ പുറകെ പോകുന്നതാണ് ഞങ്ങളുടെ ജോലി. അതെ ഇവിടെ 500 കോടിയല്ലേ കിട്ടാൻ പോകുന്നത്. പക്ഷേ എന്റെ പോലെ 5 രൂപയാണെങ്കിലും നാവും പുറത്തോട്ടിട്ട് വന്നോളൂ. നിങ്ങൾ എന്നെ എല്ലാവരുടെ മുമ്പിലും വെച്ച് ഇങ്ങനെ നാണം കെടുത്തിയല്ലോ. അടുത്തതായി മിസ്റ്റർ ഹണ്ടറും പിന്നെ മിസ്റ്റർ കോപ്പടിയും. ഇവര് രണ്ടുപേരും സഹോദരന്മാരാണ്. ഹണ്ടർ ഹണ്ടിങ്ങിൽ ഒരു എക്സ്പേർട്ട് ആണ്. അതുപോലെ അദ്ദേഹത്തിന് ആനിമൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം കാട്ടിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നുമില്ലാതെ തന്നെ 1 മാസം കഴിയും. പിന്നെ ഏത് മൃഗം വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് അറിയാം. ഇനി അടുത്തതായി വരാൻ പോകുന്നത് മോട്ടു ആൻഡ് പത്ലു. മോട്ടു പത്ലു രണ്ടുപേരും ചങ്കുകളാണ്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം ലോകത്തിന് മുഴുവനും അറിയാം. ഏതെങ്കിലും ഒരു കാര്യം മോട്ടു പത്ലു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയ ശേഷമേ വിശ്രമിക്കുകയുള്ളൂ. മോട്ടുവിന്റെയും പത്ലുവിന്റെയും കൂടെ ഇവരുടെ ദോസ്ത് കസിറ്ററാം, ചിങ്കം, പിന്നെ ഡോക്ടർ ജഡ്കയും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദാ വരുന്നു മിസ്റ്റർ ജോറവർ. മിസ്റ്റർ ജോറവർ, പേടിക്കാതെ ഇങ്ങോട്ട് കടന്നു വരൂ. ജെന്റിൽമാൻ, നിങ്ങൾ നിങ്ങളുടെ അഡ്വഞ്ചർ ട്രിപ്പ് തുടങ്ങാൻ പോകുന്നത് ഇവിടെ റിവർ ക്രോസിംഗിൽ നിന്നാണ്. റിവർ സൈഡിൽ ഹോവർ ക്രാഫ്റ്റ് ഉണ്ട്. അതിൽ വളരെ വലിയ ബാക്ക് ബാറ്റ്സും ഉണ്ട്. അതിനുള്ളിൽ ഈ ട്രിപ്പിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. റൂട്ട് ചാർട്ടിന്റെ മാപ്പും അതിനകത്ത് വെച്ചിട്ടുണ്ട്. എനി ക്വസ്റ്റ്യൻസ്? ഈ മിസ്റ്റർ ഗുംനാം സിംഗ് ആരാണ്? അവരെന്തിനു വേണ്ടിയാ ഈ 500 crore ചെലവ് ചെയ്യാൻ പോകുന്നേ? മിസ്റ്റർ ഗുഡ്നാം ഒരു അഡ്വഞ്ചർ സ്നേഹിയാണ്. അഡ്വഞ്ചർ സ്പോർട്സ് ശക്തിപ്പെടുത്താനായി ഇതുപോലുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ നടത്തി വരുന്നു. നിങ്ങൾ വിശ്വസിക്കില്ല, 500 കോടി അദ്ദേഹത്തിന് നിസ്സാരമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തുമാത്രം പണമുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഈ ട്രിപ്പ് അവസാനിക്കുമ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നിങ്ങളുടെ മുൻപിൽ വരും. താങ്ക് യു. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അവിടെ ടെന്റ് ഉണ്ട്. നാളെ രാവിലെ റിവറിൽ നിന്ന് ഫസ്റ്റ് ലെഗ് സ്റ്റാർട്ട്. അല്ല, ഇയാൾ എന്തായി ഉദ്ദേശിക്കുന്നേ? ബിഗ് ബോൾ ഇപ്പൊ പറഞ്ഞത് ഇന്ന് രാത്രി വല്ലാത്ത മഴ പെയ്യുമെന്നാണ്. നാളെ രാവിലെ റിവർ ക്രോസ് ചെയ്യുന്നത് കഷ്ടമായിരിക്കും. റിവർ നമ്മൾ ഇന്ന് തന്നെ ക്രോസ് ചെയ്യണം. ഓക്കേ, ബിഗ് ബുള്ളിനെ പോലെ കാലാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നവർ ആരുമില്ല. അപ്പോ ഇന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ ക്രാഫ്റ്റ്സിൽ ഓരോരുത്തർക്കും ഓരോ വോക്കി ടോക്കിയും ഉണ്ടായിരിക്കും. അതിലൂടെ 1 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം. നോ റെസ്റ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. പാർട്ടിസിപ്പൻസ് എല്ലാവരും റെഡിയല്ലേ? ഇത് പിടിച്ചോ, ഞാൻ ഓടിച്ചോളാം. പോയാലോ? റെഡിയല്ലേ മോട്ടു? റെഡി. എടാ മോനെ, മാപ്പിക്ക് തന്നെ എങ്ങനെയാ പോണ്ട ഞാൻ നോക്കട്ടെ. അപ്പോ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സെറ്റ് ഗോ. മോട്ടു, നീ റൂട്ട് മാപ്പ് നോക്കാൻ വെറുതെ സമയം കളയണ്ട. എല്ലാവരും പോയി കഴിഞ്ഞു. എന്ത്? എല്ലാരും പൊക്കളഞ്ഞു. ഇനിയിപ്പോ റേസിന് നമ്മള് 2 പേര് മാത്രമേ ഉള്ളൂ. 500 കോടി നമുക്ക് മാത്രമേ കിട്ടൂടാ. ഓ മോട്ടു, ഞാൻ പോയിന്ന് പറഞ്ഞത് അവര് സ്റ്റാർട്ട് ചെയ്ത് പോയിന്നാ. ദേ അങ്ങോട്ട് നോക്ക്, കണ്ടോ? ഓ നോ, സോറി. അമ്മേ, വേഗം പോട്ടെ.
സൂക്ഷിച്ച് വേഗം പോ. പോട്ടെ പോട്ടെ. എടാ മോനെ ഒന്ന് വേഗം പോടാ. എല്ലാരും അടുത്തെത്തി. വേഗം പോ വേഗം പോ. ഏയ് ആടിപ്പോളി ആടിപ്പോളി. എടാ മോനെ നീ എന്തുവാടാ ഈ കാണിക്കുന്നേ? നീ ഇത് കാളവണ്ടി ഓടിക്കുക. ഇത്ര പതുക്കെ പോയാലേ നിനക്ക് 500 രൂപ പോലും കിട്ടില്ല. ഏയ് സൂക്ഷിച്ച് നോക്കി സൂക്ഷിക്കണം. ഏയ് ചേടാ ഇതെന്താ ഇവരെല്ലാരും മുന്നോട്ട് പോയത്? എടോ അണ്ട്രേ സൂക്ഷിച്ച്. എടാ പോരെ നീ കണ്ട എവിടെയാണോ വെച്ചിരിക്കുന്നത്? സൂക്ഷിച്ച് ഓടിക്കടാ. എവിടെയെങ്കിലും പോയി ഇടിച്ചാലുണ്ടല്ലോ. അയ്യോ അയ്യോ എന്റെ അമ്മോ. നീ ഇപ്പൊ നമ്മള് രണ്ടുപേരും കൊല്ലായിരുന്നു. സൂക്ഷിച്ച് ഓടിക്കടാ. അയ്യോ പത്ലു ഒന്ന് പിടിച്ചിരുന്നോടാ. ഇത് എന്തുമാത്രം പാറകളാ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണം. പത്ലു ഇനി നമ്മള് റേസ് ജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ലടാ. മോട്ടു ഏറ്റവും ആദ്യം നമുക്ക് മോട്ടു പത്ലുവിന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കണം. നമുക്ക് ഇവന്മാരെ ഈ വെള്ളത്തിലിട്ട് മുക്കി കളഞ്ഞാലോ? ചുമ്മാ ഇരിക്കുന്ന സമയത്ത് 2 പുസ്തകം പഠിച്ചിരുന്നെങ്കിൽ എന്ത് കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലായാലേ. അതിന്റെ കുറെ ഇപ്പൊ മനസ്സിലായോ? ശരി. എന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങോട്ട് നോക്കേ, മുൻപോട്ട്. ഞാൻ എന്തിനാണ് മുമ്പോട്ട് നോക്കട്ടെ? നിനക്ക് വേണം മുമ്പോട്ട് നോക്കടാ. ഞാൻ നിന്റെ വാക്ക് എന്തിനു കേക്കണം? ഓക്കേ, എന്റെ വാക്ക് കേൾക്കട്ടെ. എടോ, മുന്നോട്ട് നോക്കിയില്ലെങ്കിൽ എല്ലാം കൂടെ മേലോട്ട് പോകും. ഞാൻ നോക്കില്ല. മോട്ടു മുമ്പിലേക്ക് നോക്ക്. മോട്ടു നോക്ക് നോക്ക്. എന്റെ പത്ലുവേ. എടാ പത്ലു സൂക്ഷിച്ച്. ബൈ ബൈ മോട്ടു പത്ലു. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ട. ബൈ ബൈ. അങ്ങനെ 2 കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കുന്നു. മോട്ട് പത്ലു നമുക്ക് പിന്നെ കാണാട്ടാ. അത് പൊളിച്ചു. ബൈ ബൈ. നമ്മൾ ഇവിടെ പെട്ടി കിടക്കുക. അവിടെ അവന്മാർക്ക് തമാശ. ഒന്ന് കൈ കിട്ടിയാ പിന്നെ കാണിച്ചു കൊടുക്കാം. എന്റെ അമ്മോ മോട്ടുപത്ലു, നിങ്ങൾ ബൈ എയറിലല്ല പോകേണ്ടത്. ഈ റിവറിലാണ് യാത്ര ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്റെ മോട്ടു. മോട്ടു എന്റെ കയ്യിൽ നിന്ന് ബാലൻസ് പോകുന്നുണ്ട്. നടുവിലേക്ക് വന്ന് നിൽക്ക. മോട്ടു മോട്ടുപത്ലു ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ. നമ്മുടെ മോട്ടുപത്ലുടെ സ്ഥിരം മാജിക്. അതെ ചിങ്കം സാറേ, മോട്ടു പത്ലു ഈസ് ബാക്ക്. എടാ മോനെ ഓവർക്രാഫ്റ്റ് കണ്ണു തുറന്നോണ്ട് ഓടിക്കണേ. അതെ അച്ഛാ. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് മോട്ടുപത്ലു. ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ?
അങ്ങോട്ട് നോക്കിയേ, ദേ ഒരു മാന്, മാത്രമുള്ള പെൺകുയിലുണ്ട്. ബ്യൂട്ടിഫുൾ. ഞാൻ എല്ലാവരുടെയും പുറകിലാണല്ലോ. ഞാനിപ്പോ റേസിൽ എങ്ങനെ ജയിക്കുക? ഇതെന്താ ഇത്രയും പക്ഷികൾ എന്റെ അടുത്തേക്ക് വരുന്നത്? എന്റെ അമ്മോ, രക്ഷിക്കുക, രക്ഷിക്കുക, പ്ലീസ്, എന്നെ വെറുതെ വിട്ടേക്ക്, കൊത്തല്ലേ, രക്ഷിക്കുക. എന്റെ സോറാവരി ചേട്ടാ, ഇതൊരു ചെറിയ കിളിയല്ലേ, അതിനെ എന്തിനാ പേടിക്കുന്നേ? അതെ, അങ്ങോട്ട് നോക്കിയേ, എത്ര ഫ്ലൈയിങ് ഫിഷാ വരുന്നേന്ന്. രണ്ട് പുസ്തകം കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ ഫിഷിന്റെ പുറകിൽ നിനക്ക് നോക്കാൻ കഴിയുമായിരുന്നു. കാരണം വലിയൊരു ക്രോക്കഡൈൽ അതിനെ ചേസ് ചെയ്ത് പോവുകയാണ്. രണ്ട് കോമ്പറ്റീറ്ററിനെ കൂടി കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു. നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതിപ്പോ എന്ത് മാരണമാ എന്റെ പത്ലു? ഒളിച്ചെടുത്തല്ലോ, രക്ഷിക്കണേ. ബ്രോ, എനിക്ക് വിശ്വസിക്കാൻ ഇത്രയും വലിയ ക്രോക്കഡൈലോ? പത്ലു, നമുക്ക് അവരെ സഹായിച്ചേ പറ്റൂ. വാ മോട്ടു. എങ്കി വാ. ഏയ് മുതലേ, അവരെ രണ്ടുപേരെയും വിട്ടേക്ക്. എടാ പത്ലു, ഈ ബോട്ട് എന്തിനാണ് പുറകോട്ട് പോണേ? മോട്ടു, ബോട്ടിന്റെ സ്പീഡ് കൂട്ടാൻ നോക്ക്. സ്പീഡ് ഞാൻ കൂട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ ബോട്ട് മുന്നോട്ട് പോകുന്നില്ല. അയ്യോ, ഇവിടെ എന്തായി നടക്കുന്നത്? ബോട്ട് എന്താ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത്? ആരാ നമ്മളെ പിടിച്ച് വലിക്കുന്നെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ പോയിക്കോ, ഞങ്ങളെ കൊണ്ട് പോരാൻ കഴിയില്ല. ഓൾ ദി ബെസ്റ്റ്. മോട്ടു, ബോട്ടിൽ മുറുക്കി പിടിച്ചോ. എല്ലാവരുടെ ബോട്ടും പുറകോട്ട് പോകുന്നു. അയ്യോ, എടാ പത്ലു, ഇത്രയും വലിയ വെള്ളച്ചാട്ടമോ? അയ്യോ, ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എല്ലാരും ബോട്ട് ടൈറ്റായിട്ട് പിടിച്ചോ. അയ്യോ, അയ്യോ, ഇതെല്ലാം നനഞ്ഞേ. ശരി. സുഹൃത്തുക്കളെ, ഇരുട്ടാവാൻ പോവാണ്. ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ താമസിക്കായിരിക്കും ബുദ്ധിശാലിത്തരം എന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴേ വീണ്ടും വലിയ മൃഗങ്ങൾ എന്തെങ്കിലും വന്നാലേ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയൂ. ശരി, ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ക്യാമ്പ് ഉണ്ടാക്കാം. എന്റെ ബിഗ് ബുള്ള് ചേട്ടാ, ഒന്ന് മണപ്പിച്ച സമോസ കണ്ടുപിടിച്ചു തരുമോ? നല്ല വിശപ്പുണ്ട്. എടാ പോരെ, എനിക്ക് പേടിയാവുന്നടാ. അച്ഛാ, ഇത്രയും പേടിയുണ്ടെങ്കിൽ എന്തിനാ പിന്നെ വന്നേ? ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ വന്നോളൂ അല്ലേ? വന്ന വഴിനെ തിരിച്ചു പോയിക്കൂടെ? തിരിച്ചു പോകാനോ? എന്താടാ, 500 കോടി നീ ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കുകയാണോ? പോടാ മുന്നോട്ട്. ഒരുപാട് സംസാരിച്ചാലേ പിന്നെ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. മിണ്ടാതെ വരാൻ നോക്ക്. പാമ്പ്, 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 പാമ്പ്. എന്റെ അമ്മ, എല്ലാരും എങ്ങോട്ട് പോയത്? ഞാനും വരുന്നുണ്ട്. ബിഗ് ബുൾ ചേട്ടാ, ഒന്ന് കേക്ക്, നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കാം. എല്ലാരും ക്ഷീണിച്ചിരിക്കുക. ബിഗ് ബുൾ ചേട്ടാ, എല്ലാരും നല്ല ക്ഷീണത്തിലാണ്. നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം, പ്ലീസ്. കൂട്ടുകാരെ,
നമുക്കൊരു പാട്ടും സംഗീതവും ഒക്കെ ആയാലോ? എന്താ പറഞ്ഞേ? രാത്രിയില് ഞങ്ങളെ കൊന്നിട്ട് തിന്നൂന്നോ? ഞങ്ങളെ ഒരാളെ ഒന്ന് തൊട്ട് കാണിച്ചേ. അങ്ങനെയല്ല മോട്ടു, അവരവരുടെ ഭാഷയിലെ സംസാരിക്കുന്നത്. വെറുതെ ദേഷ്യപ്പെടണ്ട. സോറി ഐ മീൻ യെസ് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. എന്താ എല്ലാരും ഇത്ര ശാന്തമായിട്ടിരിക്കുന്നേ? നമ്മൾ ഇവിടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനല്ലേ വന്നത്. അതുകൊണ്ട് എല്ലാരും ഇവിടെ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്റെ സോറാവർ ചേട്ടാ, നിങ്ങൾക്ക് ഇത്ര പേടിയാണെങ്കിൽ നിങ്ങൾ പിന്നെ റേസിന് എന്തിനാ വന്നേ? ഞാൻ ഇവിടെ വേറെ വഴിയില്ലാതെ വന്ന് പെട്ടുപോയി. ഞങ്ങളുടെ മുഴുവൻ ഗ്രാമവും ഭൂമികുലുക്കം കാരണം ഒരുപാട് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പഴയതുപോലെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കുറെ കാശിന്റെ ആവശ്യമുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെല്ലാം സഹായിക്കുന്നുവോ അവരോടൊപ്പം ഞാൻ ആ 500 കോടി ഷെയർ ചെയ്യാം. അതെ ജോറാബർ ചേട്ടാ, ചേട്ടൻ എല്ലാരെയും പേടിച്ച് പുറകിലാണ് വരുന്നത്. ഇങ്ങനെയുണ്ടെങ്കിലേ എങ്ങനെ ജയിക്കാനാ? മോരെ ഓരാടി ചിരിക്കലേ, പിന്നെ നിന്നെ വെട്ടി തുറുക്കി ഉപ്പിലിട്ട് തിന്നു ഞാൻ. മ്യൂസിക് ഇട്, ലെറ്റ്സ് ഡാൻസ് ആൻഡ് എൻജോയ്. ഇപ്പൊ നമ്മളെല്ലാരും കൂട്ടുകാരല്ലേ? ശരി, ഡാൻസ് കളിക്കാം. എല്ലാം കറക്റ്റ് ആണല്ലോ. ഈ സ്റ്റെപ്പ് വളരെ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതിന് പേരാണ് ഡൈ ഡാൻസ്. ഇതൊരു ട്രെൻഡിങ് ഡാൻസാ. നന്നായിട്ടുണ്ട്. മോട്ട് പത്ലോ. വേണ്ട 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 വേണ്ട. എന്താ ഇവര് ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തെ? ആ ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാം. Why fear when Chingam is here? Charge! ഇളനീർ പട്ടാളമേ, stop and now go attack! എന്റെ ഇളനീർ പട്ടാളത്തിനെ കത്തിച്ചു കളഞ്ഞല്ലോ. അത് മുതലയാണോ ഡ്രാഗൺ ആണോന്നേ മനസ്സിലാവുന്നില്ല. അല്ല, ഇളനീരെന്താ മാജിക് ആണോ? ഇത് ചിങ്കം സാറിന്റെ സ്പെഷ്യൽ പവറാ. ഇളനീരൊന്നും സെറ്റ് ആവില്ല. ഇപ്പൊ ഞാൻ ചെന്ന് കാണിക്കാം. അയ്യോ വിടല്ലേ വിടല്ലേ, മോട്ടു, നല്ലോണം വലിക്ക്, വേഗം പിടിക്ക്. ഒന്ന് വലിക്കുന്നേ. വലിക്കാൻ മോരുടെ വായക്കകത്ത് പോണ്ട. പ്ലീസ് എന്നെ രക്ഷിക്കേ. ആരെങ്കിലും രക്ഷിക്കണേ. ഞങ്ങൾ നിന്നെ പോവാൻ അനുവദിക്കില്ല. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. എനിക്ക് തിരിച്ചു പോകണം. ബോട്ട് സാർ, എന്നെ ഒന്ന് കൂട്ടിയിട്ട് പോവോ? എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അഥവാ പേടിച്ച് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഗ്രാമത്തിലുള്ളവരോട് നീ എന്ത് പറയും? ഞാനൊരു കാര്യം പറയാം. ഞാൻ രക്ഷപ്പെട്ടതിന്റെ കാരണം എന്റെ പേടിയാണ്. പ്ലീസ് എന്നെ ഒന്ന് തിരിച്ചു കൂട്ടിയിട്ട് പോവോ? വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട. ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. നോക്ക്, നീ കരയണത് കണ്ട് മുകളിലുള്ള ആളും കരയാൻ തുടങ്ങി. പൊളിച്ചെടുത്തല്ലോ. എന്നെ തല്ലിക്കോളൂ, എന്നെ തല്ലിക്കോളൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിലേ ഞാൻ ഇത്രയും വലിയ തെറ്റായ തീരുമാനം എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലണം, നല്ലോണം തന്നെ തല്ലണം. പിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റായ തീരുമാനം എടുക്കേല്ല. അതെ
എടാ മോനെ ഒന്ന് എണീക്കടാ. എന്താ അച്ഛാ എന്നൊന്ന് ഉറങ്ങാൻ സമ്മതിക്കേ? വാ വാ, സൗണ്ട് ഉണ്ടാക്കാതെ വാ. അല്ല ഇവരൊക്കെ എങ്ങോട്ടാ പോയത്? മോട്ടുപത്തിലോ മോട്ടുപത്തിലോ ഒന്ന് കണ്ണു തുറക്ക്. കണ്ടില്ലേ റേസ് തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് വേഗം വരൂ. അവന്മാർക്ക് യൂണി ബൈക്ക് എവിടുന്നാ കിട്ടിയേ? അതൊന്നുമില്ല മോട്ടു, ആ ബാക്ക് പാക്ക് ഓപ്പൺ ചെയ്യ, അതിനുള്ളിൽ ഉണ്ടാവും. അതെയോ? ഞാനൊന്ന് നോക്കട്ടെ. എടാ എന്തെങ്കിലും മര്യാദക്കുള്ളൊരു സാധനം കൊണ്ടുവന്നിരുന്നെങ്കിൽ. പൊളിച്ചെടുത്തല്ലോ. നീ എന്തൊക്കെയാ കാണിക്കുന്ന മോട്ടോ? അല്ല മോട്ടു, ഇതെന്ത് സാധനാ? ഒരു പിടിയില്ല പത്തിലു. പൊളിച്ചെടുത്തല്ലോ. എന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ യുണീക് ബൈക്ക്. പക്ഷെ ഇത് എങ്ങനെയാ ഓടിക്കേണ്ട വലിയേട്ടാ? ഇതൊരു ഹൈടെക് വീൽ സൈക്കിളാണ്. അത് തന്നെ താനെ ബാലൻസ് ചെയ്തോളും. നമ്മൾ സ്പീഡും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അതെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മുന്നേ ഞാൻ. ഇപ്പൊ പോലും ചിലരെയൊക്കെ ഇവരകത്ത് ഉറങ്ങായിരിക്കും. അതെ അതെ, ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പത്തിലു, ഈ യൂണി ബൈക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എടാ രക്ഷിക്കണേ! എടാ മകനെ ഒന്ന് വേഗം വാടാ. എന്റെ അച്ഛനല്ലേ ഞാൻ പോലും ഇത്ര സ്പീഡിൽ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്റെ അച്ഛനല്ലേ? വേഗം മോട്ടു മോട്ടു, ഇനിയും വേഗം, ഇനിയും വേഗം. പത്തിലു, എടാ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ. ആൻഡ്രി ചേട്ടാ, ഉറങ്ങിക്കൊണ്ടിരുന്നതല്ല എണീറ്റെന്നാ തോന്നുന്നേ. നമുക്ക് അവരെ വീണ്ടും ഉറക്കാന്നേ. ഓപ്പടി, ടെൻഷൻ ആവാതെ. റോക്കി മൈതാനത്തിൽ ആദ്യം എത്തുന്നത് നമ്മളായിരിക്കും. വഴികൾ എത്തുമാത്രം ദുർഘടമായിരുന്നാലും ശരി, ജയിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. 500 കോടി രൂപ നമുക്ക് സ്വന്തം. അച്ഛാ, ഈ ഫ്രീ സ്റ്റൈൽ യൂണിസൈക്കിൾ ശരിക്കും അടിപൊളിയല്ലേ? എന്നെ പുറത്താണ് ശരിക്കും വണ്ടി ഓടിക്കാൻ നോക്കണാ. പത്തിലുന്റെ ജോഡിയെ ജയിക്കൂ. എനിക്ക് വളരെ പേടിയാവുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് ഇറങ്ങി നടന്നു പോയിക്കോളാം. ഹണ്ടറിനെയും കോപ്പടിയെയും പിന്നിൽ തള്ളി ഇപ്പോൾ ബിഗ് ബുള്ളും സൈമണും നമ്പർ 1 ആയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡിലായിരുന്നു, ഇപ്പൊ തേർഡായി. ആൻഡ്രി ചേട്ടാ, ഇവന്മാരെ ഇതേ നമ്മുടെ അടുത്തെത്തി. വരട്ടെ, നമുക്ക് നോക്കാം. എടാ മോനെ, നമ്മുടെ കുടുംബ പേര് കാത്തോളേ. അതെ അച്ഛാ. നമുക്ക് പിന്നെ കാണണ്ട. അച്ഛാ, എനിക്ക് നല്ല കണ്ടോടാ, എന്റെ ബൈക്ക് തകർന്നു പോയടാ. ഇനി ഞാൻ എന്ത് ചെയ്യടാ? നമ്മൾ ഈ മത്സരത്തിൽ തോറ്റേ. ബുദ്ധി ഉപയോഗിച്ച് ഇത് നേരാക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും. ശരി അച്ഛാ, ഞാനിത് റെഡിയാക്ക്. അയ്യോ, ഇതെന്താ പറ്റിയേ? നിങ്ങൾക്ക് സഹായം വേണോ? അതൊന്നും വേണ്ട. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ബൈക്ക് റിപ്പയറിനെ കുറിച്ച് എല്ലാം അറിയാം. അച്ഛാ, അച്ഛാ വന്ന് കേറിയിരിക്കേ. നമുക്കിതിൽ ഈവിൽ പാസ് വരെയേ പോകാൻ പറ്റൂ. ഞങ്ങളുടെ 500 കോടി ഞങ്ങളിതാ വന്നു. എടുക്കടാ.
പത്തിലും നിങ്ങൾ ആദ്യം പോകൂ, ഞങ്ങൾ പുറകെ തന്നെ വന്നോളാം. ഓക്കെ ചേട്ടാ, പെട്ടെന്ന് വന്നേക്കണം. എടാ മോനെ, അതിന്റെ എഞ്ചിനീയർ ആക്കിയ ചെലവെല്ലാം വേസ്റ്റ് ആണല്ലോടാ. വണ്ടി എന്തിനാണ് അങ്ങനെ പുറകോട്ട് ഓടിക്കുന്നത്? സോറി. ഇപ്പോ 4 കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞിരിക്കുന്നു. Come on, വലിയേട്ടാ, വേഗാവട്ടെ, വേഗാവട്ടെ. അയ്യോ, വേണ്ടടാ. Ouch. അയ്യോ, പത്ലു, നിർത്തടാ, നിർത്തടാ, നിർത്തടാ. എടാ പത്ലു. അയ്യോ, അയ്യോ, വേണ്ട, രക്ഷിക്കടാ. അയ്യോ, ബാലൻസ് പോകടാ. നമ്മൾ ഈ മാപ്പ് ഉപയോഗിച്ച് ഈവിൽ പാസ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ കാണാൻ നിങ്ങൾ ഇത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ. കോപ്പടി, എല്ലാവരെക്കാളും മുമ്പ് നമ്മളാണ് ഈവിൽ പാസിലേക്ക് പോകാൻ പോകുന്നത്. വേഗം പോ ബിഗ് ബോയ്. നമുക്ക് നമ്പർ 2 അല്ല, നമ്പർ 1 ആണ് ആകേണ്ടത്. വേഗം പോ. അയ്യോ, വേണ്ട. എന്താ ഇത്? വാ പത്ലു. ആ വരൂ. Come on, പത്ലു. എന്നെ കൊണ്ട് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ഇപ്പൊ ഇത്രയും വലിയ മല നമ്മൾ കേറണമെന്നാണോ? എടോ ഗസിറ്റ, എന്താണോ നീ ഞങ്ങളെങ്ങനെ കുടുക്കിയിരിക്കുന്നത്? തന്റെ വാക്കും കേട്ട് ഞാൻ ഇങ്ങോട്ട് വരാതെ ഇരുന്നുവെങ്കിൽ ഈ നേരം കൊണ്ട് ഞാൻ ജയിലിലെ ജോണിനെ ഇടിച്ച് പങ്ക്ചർ ആക്കിയനെ അറിയോ? ഇത് പിടിച്ചോ. Hey, stop! Stop in the name of God! പത്ലു. Yes, Motu. രക്ഷിക്കണേ മമ്മി. എന്റെ അമ്മ, ഇവിടുന്ന് നോക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാൻ താഴോട്ട് നോക്കില്ല. എടോ, നീ എന്തുവായി ചെയ്തത്? ഞാൻ താഴെ വീഴും പറഞ്ഞേക്കാം. പൊട്ടാണോ നിനക്ക്? എത്ര ഭംഗിയുള്ള പൂക്കളായത്. കോപ്പടി, എടാ മണ്ടക്കൊടാപ്പ, 2 പുസ്തകം കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് കാടിലെ നിയമം എന്താന്ന് മനസ്സിലാകുമായിരുന്നു. നേരത്തെ കണ്ടിട്ടില്ലാത്ത പൂവോ പഴമോ ഒന്നും നമ്മൾ കൈകൊണ്ട് തൊടാനേ പാടില്ല. അതുപോലെ കഴിക്കാനും പാടില്ല. ഇതിലൊക്കെ വല്ല വിഷമുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ, മനസ്സിലായോ? എടാ പത്ലു, നേരം വെളുത്തപ്പോ തന്നെ റേസ് ആരംഭിച്ചതാ. ഇവന്മാരാടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ സമ്മതിച്ചില്ല. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ കുറച്ച് സമോസ കിട്ടിയിരുന്നെങ്കിൽ. എന്റെ മോട്ടു, ഇവിടെ എവിടുന്ന് സമൂസ കിട്ടാനാ? നീ നിന്റെ ഭാവനയിൽ തന്നെ ഇപ്പൊ സമൂസ കഴിച്ചോളൂ. വാ, ആഹാ, എന്തൊരു നല്ല മണമാടാ ഇതിന്.
ഇത് തിന്നാനും പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്. ചങ്കേന്റെ ബ്രോ, ഈ പൂവ് ഒരിക്കലും മണത്ത് നോക്കരുത്. ഇത് കണ്ടപ്പോഴേ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയതാ, ഇത് എന്ത് പൂവായിരിക്കുമെന്ന്. അതെ, ഈ പൂക്കള് കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ മനുഷ്യന്റെ മനസ്സിൽ എന്ത് ആലോചിക്കുന്നോ അത് തന്നെ എല്ലാവരുടെയും കാണാൻ തുടങ്ങും. ഇതിനെ അതുകൊണ്ടാണ് ഹാലോസിനേറ്റിംഗ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ജയ് ഹോ സമോസ സമോസ. ഇവിടേക്കാരാ കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്നേ? ഇവിടേക്കാരാ കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്നേ? ആരുടെ കുട്ടിയാ കരയുന്നേ? സമോസ 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 സമോസയൊന്നല്ല. ഞാൻ സമോസയൊന്നല്ല. അങ്ങോട്ട് പോ. എന്റെ പുറകെ വരല്ലേ? സമോസ 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 സമോസ. എന്താ മോട്ടു? എന്താ കാര്യം അറിയില്ല പത്ലു. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. അത് പിന്നെ മോട്ടോ, നീ ഇത്ര വലിയ സമോസ കഴിച്ചല്ലോ, അതാണ് കാരണം. അതെ, പക്ഷെ ഞാനിവിടെ കുട്ടികളുടെ ഒച്ച കേട്ടിരുന്നു. ഇവിടെ കുട്ടികൾ എവിടെയാ? എവിടെയാ കുട്ടികള്? അതൊന്നുമില്ല മോട്ടു, ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സമൂസ നീ വാങ്ങിച്ച് തിന്നതാ. അതുകൊണ്ട് ആ ചെറിയ കുട്ടി മമ്മി മമ്മീന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ കൂട്ടുകാരനെ കളിയാക്കരുത്. അവൻ മുതിർന്നവനാണ്. അവന് ശബ്ദമില്ലാത്തതാണ് അവന്റെ പ്രശ്നം. അതുകൊണ്ട് അവന് സംസാരിക്കാൻ കഴിയാത്തത്. ഇയാൾ എന്നോട് എന്താ ഇത്ര ചൂടാവണേ? എന്റെ അമ്മോ മോട്ടു, അതിന് കാരണം നീ ഇത്രയും വലിയ സൈസുള്ള സമോസയാണ് അകത്താക്കിയിരിക്കുന്നത്. യു നോ. അയ്യോ അമ്മ. കേറ് പത്ലു, കേറ്. അയ്യോ എന്റെ അമ്മ. ഹണ്ടറേട്ടാ, ഏട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ. ശരി, വാ, നമുക്ക് ആദ്യം ഇത് തള്ളി മാറ്റാം. എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമ്മുടെ പാതയിൽ നിന്ന് മാറ്റാം. പിന്നെ 500 കോടിയും നമുക്ക് സ്വന്തം, അതായത് എനിക്ക്. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്തായി പറയുന്നേ? മോട്ടു പത്ലു എന്റെ ജീവൻ രക്ഷിച്ചവരാ. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും നമ്മൾ ഒന്നും ചെയ്യരുത്. 2 പുസ്തകം കൂടുതൽ വായിച്ചിരുന്നെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് നിനക്ക് മനസ്സിലായേനെ. മനസ്സിലായോ? ഈ ജീവിതം ഒരു പോർക്കളമാണ്. ഇവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ആയുധം ഉപയോഗിക്കണം. മോട്ടുവിന്റെ ആയുധം എന്ന് പറയുന്നത് നല്ല ഗുണമാണ്. അവരെല്ലാവരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ആയുധം ചീത്ത ഗുണമാണ്. ഉടായിപ്പ്, വിശ്വാസവഞ്ചന, പിന്നെ തരികിട. ഈ 500 കോടി പോരാട്ടത്തില് ഉടായിപ്പ് എന്ന ആയുധമാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ വേണ്ടത് നല്ല ഗുണമല്ല. മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്താ മനസ്സിലായത്? റിപ്പീറ്റ് ചെയ്യേ. നമ്മുടെ ആയുധം ദുഷ്ടചിന്തയാണ്. പറ്റിക്കുക, ദ്രോഹിക്കുക, എല്ലാരും ചതിക്കുക. ഇതെന്റെ ബിഗ് ബുള്ളി ചേട്ടാ, ഒന്ന് മണത്തറിഞ്ഞ് പറഞ്ഞതാ ഇത് എന്ത് അപകടമാണെന്ന്. അയ്യോ ചാടിക്കോ. എന്ത്? മോട്ടു മുകളിലേക്ക് വാ. ഇങ്ങോട്ട് വാ. അടിപൊളി പത്ലു. യെസ് യെസ് യെസ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ്.
അല്ല ആൻഡ്രേട്ടാ, ഇനി നമ്മൾ എങ്ങനെയാ പോവുക? പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാട്ടാ. ആൻഡ്രേ ചേട്ടാ, ബാക്കിയുള്ളവർ ഇവിടെ എത്തി. വാ, നമുക്ക് വേഗം പോവാം. നമ്മളല്ലേ ആദ്യം വന്നത്, അപ്പൊ നമ്മൾ തന്നെ വിജയിക്കണം. അയ്യോ, 2 പുസ്തകം കൂടുതൽ വായിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് മാത്രം അപകടം ഉണ്ടായിരിക്കുമെന്ന് നിനക്ക് മനസ്സിലായേനെ. അതുകൊണ്ട് നമുക്ക് ആദ്യം ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞുവിടാം. Follow me. ഓ നോ, ഇനി ഫ്ലോട്ടിംഗ് ഐലൻഡ് എങ്ങനെയാ കടന്നുകൂടണ്ടേ? ബാക്ക് പാക്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. നോക്ക്. എന്റെ അമ്മോ, ഈ പോഗോ സ്റ്റിക്കിന്റെ സഹായത്തോടെ ഫ്ലോട്ടിംഗ് ഐലൻഡ് കടക്കണം. ദിസ് ഈസ് ഇംപോസിബിൾ. ഇംപോസിബിൾ. മോട്ടുപത്രു എന്നെ കൂട്ടിട്ട് പോയേക്ക്. എന്റെ ഗ്രാമത്തിന് നല്ലതിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ ഒരിക്കലും പണയം വെക്കില്ല. വരും, നമുക്ക് മടങ്ങി പോയേക്കാം. വരൂ. അല്ല, ഇതെന്താ പുറകോട്ട് പോകുന്നേ? അങ്ങോട്ട് പോകരുത്. അരുത് മോട്ടുപത്ലു, ഇത് റിവേഴ്സ് ഡയറക്ഷനിലാ പോകുന്നേ. ശരി, വാ, നമുക്ക് പോകാം. ഈ പോഗോ സ്റ്റിക്കില് റിവേഴ്സ് ഗിയറും ഉണ്ടല്ലേ? ബിഗ് ബുൾ ചേട്ടാ, നിങ്ങൾ വരുന്നില്ലേ? താങ്ക് യു, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷെ താഴെ വീഴുന്ന സമയത്ത് എന്റെ കാലിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഫ്രാക്ചർ ആയി എന്ന് തോന്നുന്നു. എനിക്കിനി അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. നിങ്ങൾ പോയിട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോട്ടു. നിങ്ങൾ എല്ലാരും പോയിക്കോ. ബിഗ് ബുൾ ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടോ. നിങ്ങളുടെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നോ. ശബ്ദം ഒരിക്കലും അമക്കി പറയണ്ട. ഒരു പക്ഷെ നിങ്ങൾ സാധാരണമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന നിങ്ങളുടെ ശബ്ദം തുറക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ മോട്ടു ഫ്രണ്ട്, ഞാൻ ഓർത്തു വെച്ചോളാം. ബൈ ബൈ ബിഗ് ബുൾ. വരൂ, നമുക്ക് ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. ഓൾ ദി ബെസ്റ്റ്. എന്റെ ശബ്ദം ശരിയായല്ലോ. മോട്ടു പത്ലു കാരണം എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയിരിക്കുന്നു. മോട്ടു പത്ലു, താങ്ക് യു. എനിക്ക് തോന്നുന്നു ബിഗ് ബുള്ളിന്റെ ശബ്ദം ശരിയായെന്ന്. താങ്ക് യു. Masa Gosta Hauta! Masa Gosta Hauta! Yes! Yes! ഇത് എന്തൊരു അപകടം നിറഞ്ഞ റേസാണ്. ഞാൻ പേടിച്ച് ആദ്യം എത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ അടുത്ത് ഗണ്ണുണ്ട്. അയ്യോ വേണ്ട. എന്താ പറ്റിയ? അയാളുടെ കയ്യിൽ കണ്ണുണ്ട്. സോറാവർ, എന്താ പറ്റിയ നിനക്ക്? വേണ്ട. നിക്ക് സോറാവർ, എന്താ ചെയ്യുന്നേ? വാ ആൻഡ്രേ,
ചേട്ടാ. മോട്ടും പത്തിലും പോകുന്നില്ലേ? എനിക്ക് വരാൻ പറ്റില്ല. എന്റെ തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തല ഇറങ്ങുന്നു. ഈ മത്സരത്തിൽ മോട്ടും പത്തിലും ആണ് ജയിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഒരു കളിയിൽ പോലും അവരുടെ അടുത്ത് ജയിച്ചിട്ടില്ലെന്നേ. ഞാൻ നിങ്ങളെ തടയുന്നത് കണ്ടോ? സോറാവർ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട. ദൈവമേ ദൈവമേ രക്ഷിക്കണേ ഞങ്ങളെ. സോറാവർ സോറാവർ വേണ്ട. വേഗം ജമ്പ് ചെയ്യും മോട്ടു. അയ്യോ ഞാൻ പോവാ. മുകളിലേക്ക് വാ. ബൈ ബൈ കൂട്ടുകാരെ. ബൈ ബൈ. പത്തിലു ഇനി എന്തോരം ഓടാനുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മൗണ്ടൻ തീരുന്നത് പോലും ഇല്ലല്ലോ. പിന്നെ ആ സോറാവറിന് എന്താ സംഭവിച്ചത് പോലും മനസ്സിലാവുന്നില്ല. ആ അതെ മോട്ടു, ഇതിൽ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ എല്ലാവരെക്കാളും ഭയന്നിരുന്നതും എല്ലാവരെക്കാളും പിന്നാലെ ഇരുന്നതുമായ ജൊറോബർ ഇപ്പൊ എല്ലാവരെക്കാളും മുൻപിലാണുള്ളത്. നിൽക്ക്, ഇവിടെ തന്നെ നിൽക്ക് മോട്ടു. നമ്മളിപ്പോ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തിലു നമ്മള് ഫസ്റ്റായി, നമ്മള് ഫസ്റ്റായി. അതാരാണ്? അത് ശരി, സോറാവറോ? എടാ നീ ഞങ്ങളെക്കാളും മുമ്പ് എത്തിയോ? സോറാവർ, നിനക്ക് പെട്ടെന്ന് എന്താ ഈ സംഭവിച്ചേ? യാത്ര തുടങ്ങിയപ്പോ നീ വളരെ പേടിച്ച് വിറച്ചായിരുന്നല്ലോ ഇരുന്നേ. എന്നിട്ട് വിജയത്തിന് അടുത്ത് എത്തിയപ്പോ നീ ഞങ്ങളെ ആക്രമിച്ചു. സൊറോവർ, ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ ചെയ്യുന്നത് നിന്റെ ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. സോറാവർ ചേട്ടാ, ആശംസകളുണ്ട്. നിങ്ങളുടെ ഗ്രാമം രക്ഷപ്പെടും. നിങ്ങൾക്ക് 500 കോടി കിട്ടിയല്ലേ? ഞങ്ങൾക്ക് 300 കോടി തന്നെ ധാരാളമാണ്. ഗ്രാമം രക്ഷപ്പെടുന്നു. ഞാൻ എന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ രണ്ടുപേരും വെറും പാവമാണ്. ഈ കേസിൽ ആർക്കും ഒരു കാശും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഇത്രയും ദൂരം സുരക്ഷയോടെ വരണം. അതുകൊണ്ട് ഞാൻ റേസിനെ കാരണം കാട്ടി നിങ്ങൾ എല്ലാവരെയും ട്രാപ്പ് ചെയ്തു. റേസ് എല്ലാം കെട്ടുകഥയാ. നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകാം. ഇതിനേക്കാളും നല്ലത് നീ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങായിരുന്നു. ഈ സ്ഥലം 2 നാടിന്റെ നടുക്കുള്ള നോമാൻസ് ലാൻഡ് ആണ്. ഇതിന്റെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ വലതും പറക്കുവാണെങ്കിൽ 2 നാടിന്റെയും റേഡാറും ഒന്നു ചേർന്ന് അതിനെ ഡിറ്റക്ട് ചെയ്തേക്കും. പിന്നെ ഇവിടെ ബോംബ് കൊണ്ടുള്ള അറ്റാക്ക് ആയിരിക്കും. ഈ കാര്യം മുഴുവനും ലോകമറിയും. ഞാൻ ഇവിടെ വരുന്ന കാര്യം ആരും അറിയരുതെന്നായിരുന്നു എന്റെ ഉദ്ദേശം. എന്തുകൊണ്ട്? അങ്ങനെ എന്ത് സീക്രട്ട് ആണ് ഇവിടെ ഉള്ളത്? അത് എന്റെ സീക്രട്ട് ആണ്. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ സംബന്ധിച്ചോളം ഈ റേസ് അവസാനിച്ചു. Now you go back. എന്ത്? ഞാൻ പോവുകയാണ്. സോറാവർ, നീ എന്ത് ചെയ്യാൻ വന്നതാണോ അത് നിന്നെ കൊണ്ട് ഞങ്ങൾ സാധിപ്പിക്കില്ല. സോറാവർ, സോറാവർ, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. നീ എവിടെ വരെ പോകും? ഞാൻ ഈ മിഷനിൽ ജയിക്കാൻ പോകുന്നത് ആർക്കും ഇനി തടയാൻ കഴിയില്ല. എവിടെ പോയി? അയ്യോ എടാ പത്തിലു, ഈ പാരാഷൂട്ട് തുറക്കണ ഹാൻഡിൽ എവിടെയാടാ? മോട്ടു, നമ്മുടെ ബാക്ക് പാക്കില് പാരഷൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമല്ല. അവനുള്ള പാരഷൂട്ട് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്താ? പക്ഷെ ഇത് ചീറ്റിംഗ് അല്ലേ? റേസ് ആണ്, കോമ്പറ്റീഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കണ്ടേ പത്തിലു? ഞാൻ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു ഡയമണ്ട് വാലി. മോട്ടു വേഗം അവന്റെ പാരഷൂട്ടിൽ പോയി ലാൻഡ് ചെയ്യാം. വാ, നമുക്ക് രക്ഷപ്പെടാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. കലക്ക് മോട്ടു. എന്താ ഇത്? ആരാണ് മേലെ? എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത്? അതായത് ഞാൻ താഴോട്ട് തന്നെ പോവാ. എന്റെ സോറാവർ ചേട്ടാ,
ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാ പോണേ? നിങ്ങൾ എവിടെ പോവാണേലും ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. സൊറാവറിനെ വിടാൻ പാടില്ല. ഇനി വിട്. വിടാനാ പറഞ്ഞെ. നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. മുറുക്കി പിടിച്ചോ. കേസ് അവസാനിച്ചില്ലേ? അല്ല, ഞങ്ങള് നിങ്ങളെ അത്ര പെട്ടെന്ന് വിടാൻ പോകുന്നില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പോവെന്നാ തോന്നുന്നേ. പത്ലു, ഇത് നമ്മൾ ഏത് ലോകത്താണ് എത്തിയത് പത്ലു? ഇവിടെ എല്ലാ സാധനങ്ങളും തലതിരിച്ചാണല്ലോ. ഇല്ല, ആകാശത്ത് നിന്ന് വീണ് മരത്തിന് കുടുങ്ങിയിരിക്കുക. മോട്ടിപ്പത്തിലോ, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും മടങ്ങിയല്ലേ പോകാൻ പറഞ്ഞേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇനി ഇവിടെ തന്നെ തലകുത്തനെ തൂങ്ങി കിടന്നോളൂ. ശരി, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നോക്കാം. ഡയമണ്ട് വാലി കേവ്. യെസ് യെസ്, ഞാനിപ്പോൾ ശരിയായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ബൈ ബൈ മോട്ടുപത്തിലു. റേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അത് നിന്റെ ദി എൻഡ് കൊണ്ടേ തീരൂ. ഇത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നുണ്ടല്ലോ. എന്തൊരു രസമാണ്. അതും എണ്ണാൻ പറ്റാത്ത അത്രേ. യെസ് യെസ്, ഞാൻ വാലി ഓഫ് ഡയമണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. എനിക്ക് മാത്രം ആ ബാഡ് ഷേപ്പ് ഡയമണ്ട് കിട്ടുവാണെങ്കിൽ ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. എല്ലാരേക്കാളും ശക്തിവാനുമായിരിക്കും. ഇതാണ് ലാസ്റ്റ് ചാലഞ്ച്. ഇതിന്റെ അങ്ങേ ഭാഗത്തുണ്ട് ഒരു പവർ. അതെന്നെ ഈ ലോകത്തിന്റെ പവർഫുൾ ആൻഡ് കോടീശ്വരനാക്കി മാറ്റും. മോട്ടു, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും മോട്ടു. എങ്ങനെയാടാ ഇതൊന്ന് പുറത്തിറങ്ങട്ടെ? ഇതിനകത്തേക്കാ പോയത്. വാ, നമുക്ക് അവരെ കണ്ടുപിടിച്ചാ പറ്റൂ. പത്ലു, ഈ കേവ് ഫുൾ ഓഫ് ഡയമണ്ട്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇതാണ് വാലി ഓഫ് ഡയമണ്ട്സ്. നീ പറഞ്ഞത് ശരിയാണ് മോട്ടു. ഇതിനു വേണ്ടിയാണ് ആ സൊറാവർ ഇത്രയും അധികം റിസ്ക് എടുത്തിരിക്കുന്നത്. അടിപൊളിയാ പത്ലു. യെസ് യെസ്, കിട്ടിപ്പോയി. ബാഡ് ഷേപ്പ് ഡയമണ്ട്. ഇതിന് എത്ര കൂടുതൽ വില പറഞ്ഞാലും ഒരിക്കലും തികയില്ല. ഇപ്പോൾ ഞാനാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കോടീശ്വരൻ. എനിക്കിനിയും കൂടുതൽ വേണം. Isigo misigo makuna kosigo. Isigo misigo makuna kosigo. Tabuta makusa tabola susiko. Tabuta makusa tabola susiko. സൊറാവർ, സൊറാവർ, makuna ഈ kosigo. ഒച്ച ആരുടേതാണ്? മോട്ടു, എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അത്രയധികം ശരിയല്ലാന്ന്. വേഗം വാ. Isika misika maguna mosiko. Tabuta makusa tabola susiko. Isika misika maguna mosiko. Tabuta makusa tabola susiko. Isika misika maguna mosiko. Tabuta makusa tabola susiko. Isika misika maguna mosiko. പത്ലു, ഇതെന്താ സംഭവിക്കുന്നേ? സൂക്ഷിച്ച്.
എല്ലാ കല്ലും താഴേക്ക് വരുന്നു. കേവ് മുഴുവനും ഡിസ്ട്രോയ് ആവാണ്. Isika misika maguna musiko. Tabuta makusa tabola susiko. ഇവിടെ എല്ലാ കല്ലുകളും വീഴുകയാണല്ലോ. മോട്ടു വേഗം വാ, വഴി അടയാൻ പോവാണ്. സൂക്ഷിച്ച് മോട്ടു, സൂക്ഷിച്ച് മോട്ടു. ഗുഡ് ബാലൻസ്. യെസ്, 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 വെരി ഗുഡ്. യെസ്, ഞാൻ പോകുന്നത് പോലെ എന്റെ പുറകെ വാ മോട്ടു. പത്തിലു നോക്കിയാ ഞാൻ എത്ര ലൈറ്റ് ആണെന്ന്. കാറ്റില് പറന്നോണ്ടിരിക്കയാടാ. നോക്കണ പത്തിലു ഇതെന്താ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണേ. എടാ പത്തിലു രക്ഷപ്പെടുത്തടാ. മുകളിലേക്ക് വാ. യെസ്. Isigo misigo maguna kusiko. Tagusa makusa tabola susiko. Isigo misigo maguna kusiko. Tagusa makusa tabola susiko. Isigo misigo maguna kusiko. സോറാവർ, ഇതെന്തായി നടക്കുന്നേ? നീ ഇതെന്താണ് ചെയ്തോണ്ടിരിക്കുന്നേ? മനുഷ്യനായി ഇരുന്ന ആള് വവ്വാലിനെ പോലെ ആവുന്നു. ഓ നോ, ഇവൻ മുഴുവനായി ഒരു വവ്വാൽ മനുഷ്യനായി ഇപ്പൊ മാറിയിരിക്കുക. ഞാൻ എപ്പോ വിചാരിച്ചാലും വവ്വാലായി മാറാം. എപ്പോ വേണമെങ്കിലും മനുഷ്യനായും മാറാം. ഞാൻ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കോടീശ്വരൻ മാത്രമല്ല, എല്ലാരേക്കാളും ശക്തിവാനായും മാറിക്കഴിഞ്ഞു. സോറാവർ, പത്തിലു, എന്നെ വിട്ടേക്ക്. സോറാവർ, ഹുഷ് ഹുഷ് ഹുഷ്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. സോറാവർ, പത്തിലു, എണീക്ക്, പുറത്തേക്ക് വാ. ഒന്ന് ശ്രമിക്ക് പത്തിലു. പറഞ്ഞില്ലേ, റേസ് കഴിഞ്ഞു, മടങ്ങി പോകാൻ. പക്ഷെ നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല. ഇനി കഷ്ടപ്പെട്ടോ. കുറച്ചു സമയം കൊണ്ട് ഇവിടെ ഒരു വലിയ പ്രളയം സംഭവിക്കാൻ പോവുകയാണ്. അതിലെ മുഴുവൻ മലയും തകർന്നു വീണ് നിങ്ങൾ മരിക്കും. ഇവിടെ അടുത്തുള്ള എല്ലാ നാടും നിങ്ങളോട് കൂടി നശിച്ചു പോകും. നിങ്ങളുടെ ഈ അവസാനത്തെ വിലപ്പെട്ട സമയം എൻജോയ് ചെയ്തു. ബൈ ബൈ. ഇതിനൊക്കെ കാരണം ആ പുസ്തകമാണോ? വഴിയിൽ മുഴുവനും നീ വായിച്ചുകൊണ്ടിരുന്ന ആ പുസ്തകമല്ലേ അത്? നീ ശരിക്കും കണ്ടുപിടിച്ചല്ലോ പത്തലു. എനിക്ക് ആ ബുക്ക് ആർക്കിയോളജിക്കൽ സൈറ്റില് ഡിഗിങ് ചെയ്യുമ്പോൾ കിട്ടിയതാണ്. ഞാൻ ഈ ബുക്ക് കുറെ കൊല്ലങ്ങളായി റിസർച്ച് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അതിനുശേഷം നീ ഗുംനാം കഥയുണ്ടാക്കി പീറ്റർ മുഖേന ഞങ്ങളെ എല്ലാവരെയും ട്രാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു. സോറാവർ, ഞാനെല്ലാം പഴയതുപോലെ ആക്കാം. നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് അറിഞ്ഞുകൂടാ, മോട്ടു പത്തിലുണ്ട് ജോഡിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. മോട്ടു പത്തിലുവിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ബൈ ബൈ മോട്ടു പത്തിലു കൂട്ടുകാരെ. ദിസ് ഈസ് ഓവർ ഫോർ യു. നിങ്ങളുടെ റേസ് ഇതാ അവസാനിച്ചു. സന്തോഷിച്ചോളൂ. സോറാവർ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നീ ഇതിനനുഭവിക്കേണ്ടി വരും സോറാവർ. മോട്ടു, ആ പുസ്തകത്തിൽ രഹസ്യം എന്തോ ഉണ്ട്. വേഗം ആ പുസ്തകത്തെ രക്ഷിക്കാൻ നോക്ക്.
എടപ്പത്തിലു എടാ പുറത്തേക്ക് വേടാ. മോട്ടു, സൊറാവറിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ ഈ സ്ഥലം മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. യെസ് യെസ്, സൊറാവറിനെ തടയാനുള്ള വഴി കിട്ടിയിരിക്കുന്നു. മോട്ടു, അവനെ തടയണം. ആ ബാക്ക് ഷേപ്പിൽ ഡയമണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഉറപ്പായും എല്ലാം ശരിയാവും. പക്ഷേ പത്തിലു അയാളെ എങ്ങനെ തടയും? അയാളുടെ കയ്യില് ബാഡ് പവർ ഇല്ലേ? ഈ മന്ത്രം ചൊല്ല്. ബാക്ക് ഷേപ്പിൽ ഡയമണ്ട് എവിടെയാണോ ഉണ്ടായിരുന്നത് അങ്ങോട്ട് നോക്ക്. അതിന്റെ രണ്ട് സൈഡിലായി രണ്ട് വലിയ ഡയമണ്ട്സ് ഉണ്ട്. അതിലിരുന്ന് നിനക്ക് ശക്തി ലഭിക്കും. മോട്ടു, Susiko, Susiko, Takuna, Tutiko. Susiko, Susiko, Takuna, Tutiko. Takuta, Ragusa, Magula, Susiko. Susiko, Susiko, Takuna, Taguso. Susiko, Susiko, Takuna, Taguso. യെസ് മോട്ടു, മന്ത്രം ചൊല്ലിക്കൊണ്ടേ ഇരിക്ക്. Susiko, Susiko, Takuna, Tuguto. 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 Takuna, Tutiko. Tataputa. Magula, Magula, Susiko. Susiko, Sura, Mugilo, Takuta, Musiko, Takta Saguta, Magula, Susiko. Susiko, Mamula, Ushiko, Ichira, Susiko, Tamula. മോട്ടു, നമുക്ക് ഒട്ടും സമയമില്ല. എല്ലാം നശിക്കുന്നതിന് മുമ്പ് അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ടൊന്ന് വെക്ക്. പോകും മോട്ടു, അവനെ തടഞ്ഞു നിർത്ത. I am the most powerful man on the earth. എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. ഞാൻ നിന്നെ ഇതിനേക്കാളും കൂടുതൽ ഇനിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഇനിയും പടം ബാക്കിയുണ്ടെന്ന്. ഇല്ല, എന്റെ ഡയമണ്ട്. മോട്ടു, ഞാൻ ഇത് കൊണ്ടുപോയി കേവിൽ വെക്കാം. നീ അവനെ നോക്കിക്കോ. ഓക്കേ പത്ലു. മോട്ടു, ഇത് കേവിനകത്ത് കൊണ്ടുപോയി വെച്ചേ പറ്റൂ. എന്റെ പത്ലു പിടിച്ചോടാ. എന്റെ ഡയമണ്ട് എവിടെയാണ്? എന്റെ ഡയമണ്ട് എടുത്തോണ്ട് നീ എങ്ങോട്ടാ ഓടുന്നേ? പത്ലു, തരില്ല. മര്യാദയ്ക്ക് എന്റെ ഡയമണ്ട് നീ തിരിച്ച് തന്നേക്ക്. നോ, സൊറാവർ! പത്ലു, ഞാൻ എത്തി. മോട്ടു, മുമ്പില് മലയുണ്ട്. ഇന്ന് അവനെ വെറുതെ വിടാൻ പാടില്ല മോട്ടു. സോറാവർ! ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല മോട്ടു. ആ ഡയമണ്ട് എനിക്ക് തന്നേക്ക് മോട്ടു. ഒരിക്കലും ഇല്ല. മോട്ടു, നീ പോ. ഞാൻ അവനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാം. നിൽക്ക് മോട്ടു, നിൽക്ക്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. സൊറാവർ! സൊറാവർ! നിൽക്ക് മോട്ടു. ശരിക്കും റേസ് ഇപ്പോഴാണ് തുടങ്ങിയത് സോറാവർ. ഈ റേസ്
റേസ് ഒന്ന് ജയിച്ച് കാണിക്ക്. സുരാവർ, മോട്ടു നിൽക്കാതെ പോയിക്കൊണ്ടേയിരിക്കെ. വേഗം പോ മോട്ടു. സുരാവർ, നീ എവിടേക്കാ പുറകെ പോകുന്നേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടില്ല. മോട്ടു, നീ വേഗം പോ. ഞാനിവിടെ തടഞ്ഞോളാം. ഓക്കേ, പത്രു. നിന്റെ ലക്ഷ്യം ഒരിക്കലും നിറവേറില്ല സുരാവർ. യെസ്. സുരാവർ, മോട്ടു സൂക്ഷിച്ച്. മോട്ടു വേഗം ഇങ്ങോട്ട് വാ. മോട്ടു, yes, അങ്ങനെ വേഗം വാ. വഴി അടയാൻ പോവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വേഗം വാ മോട്ടു, വേഗം. ഈ റേസ് തീരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. കേവിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡൈവ് ചെയ്യേ. കലക്കി മോട്ടു, നമ്മൾ വിജയിച്ചിരിക്കുന്നു. വഴി അടഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ചെങ്ങനെ പോകും? സൊരാവർ എല്ലാ ഏർപ്പാടുകളോടും കൂടി വന്നിരിക്കുന്നേ. അവൻ തിരിച്ചു പോവാനുള്ള പ്ലാനും ഉണ്ടാക്കിയിട്ടുണ്ടാവും. നീ വിഷമിക്കണ്ട. അതാ ഒരു ബാഗ്. അതിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇത് ഇതെന്തൊക്കെയാ? തിരിച്ചു പോവാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ശരി, വേഗം വാ. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഈ രഹസ്യം എപ്പോഴും രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നമ്മളല്ലാതെ മറ്റാരും അറിയാനും പാടില്ല. എന്റെ ചങ്ങേന്റെ ബ്രോ, നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജയ് ഹോ! നിങ്ങള് ഫോൺ ചെയ്തപ്പോ നല്ല സന്തോഷമുണ്ട്. വലിയേട്ടാ, നിങ്ങൾക്ക് അറിയാവോ ഇവിടെ എന്താ സംഭവിച്ചെന്ന്? ചങ്ങേന്റെ ബ്രോ, എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല വലിയേട്ടാ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സോരാവർ ഒരു കൊക്കയിലേക്ക് വീണ് തീർന്നു പോയി. Watch India's largest kids library only on Jio Hotstar. Download the app now.